Dear friends, welcome back to Law Lecture Series. Law lectures continue. Today's topic is quasi-contract. What is quasi-contract? Quasi-contract means certain relations resembling those of contracts. കരാറല്ലെങ്കിലും കരാറ് പോലെ തോന്നിക്കുന്ന ചില ബന്ധങ്ങളാണ് quasi-contract. A contract to be enforceable must have certain essential elements like offer, acceptance, etc. ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവണമെങ്കിൽ ഓഫർ, ആക്സെപ്റ്റൻസ് പോലെയുള്ള ചില എസെൻഷ്യൽ എലമെൻറ്റ്സ് ആവശ്യമാണ്. നമ്മൾ കണ്ടതാണ് 8ഓളം എലമെൻറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എഗ്രിമെൻറ്റ് കരാറാവുന്നുള്ളൂ. എന്നാൽ ഇത്തരം എലമെൻറ്റ്സുകളുടെ അഭാവത്തിലും കരാർ പോലെ തോന്നിക്കുന്ന ചില ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടും. അത്തരം ബന്ധങ്ങളാണ് ക്വസി കോൺട്രാക്റ്റ് എന്നറിയപ്പെടുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ക്വസി മീൻസ് ഭാഗികമായിട്ടുള്ളൊരു കരാർ. Under certain circumstances, law creates and enforces legal rights and obligations when no real contract exists. These obligations are known as quasi contracts. കരാറിൽ എന്ന പോലെ ഒരു നിർവഹണം, എൻഫോഴ്സ്മെൻറ്റ്, ലീഗൽ റൈറ്റ്, ഒബ്ലിഗേഷൻസ്. ഒരു റിയൽ കോൺട്രാക്റ്റ് നിലവിലില്ല എങ്കിലും നിയമത്തിൻ്റെ മുമ്പിൽ ചില ബന്ധങ്ങളും ചില അവകാശങ്ങളും ഒക്കെ നൽകുന്ന ഒരു തരം കോൺട്രാക്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ക്വസി കോൺട്രാക്റ്റ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഇക്വിറ്റബിൾ പ്രിൻസിപ്പിൾ ദാറ്റ് നോ പേഴ്സൺ ഷാൽ ബി അലൗവ്ഡ് ടു എൻറിച്ച് ഹിംസെൽഫ് അൺജസ്റ്റ്ലി അറ്റ് ദ എക്സ്പെൻസ് ഓഫ് അനദർ. Okay, actually it is not a contract, it is only an obligation created by law. മറ്റുള്ളവൻ്റെ ചെലവിൽ അൺജസ്റ്റ്ലി ആരും സൗകര്യം അനുഭവിക്കരുത് എന്നുള്ള ഒരു പൊതു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു കൺസെപ്റ്റ് ഉയർന്നു വരുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു കോൺട്രാക്റ്റ് അല്ല എങ്കിലും ഒബ്ലിഗേഷൻ ക്രിയേറ്റഡ് ബൈ ലോ, കരാറ് പോലെ ഉള്ള ഒരു ഒബ്ലിഗേഷൻ. ഒരു കരാറാവുമ്പോൾ ബോത്ത് ഓഫ് ദ പാർട്ടീസ് ഷുഡ് ഹാവ് സം ഒബ്ലിഗേഷൻസ്. ബോത്ത് ഹാവ് ടു ഗെറ്റ് സം കൺസിഡറേഷൻസ്. അതേപോലെയുള്ള ഒരു ഒബ്ലിഗേഷൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു തരം ഒബ്ലിഗേഷനാണ് ക്വസി കോൺട്രാക്റ്റ് എന്ന് അറിയപ്പെടുന്നത്. Okay. No person shall be allowed to enrich himself unjustly at the expense of another. Okay. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം. മറ്റുള്ളവൻ്റെ ചെലവിൽ ആരും എൻറിച്ച് ആവണ്ട എന്നുള്ളതാണ്. സം സർക്കംസ്റ്റൻസസ് പരിശോധിക്കാം. സം ടൈപ്സ് ഓഫ് ക്വസി കോൺട്രാക്ട്സ്. നെസസറീസ് സപ്ലൈഡ് ടു എ പേഴ്സൺ ഇൻകാപ്പബിൾ ഓഫ് കോൺട്രാക്റ്റിംഗ്. വാല്യൂ ക്യാൻ ബി റിക്കവേർഡ് ഫ്രം ദ പ്രോപ്പർട്ടീസ് ഓഫ് സച്ച് എ പേഴ്സൺ. ഒരാൾ മറ്റൊരാൾക്ക് നെസസിറ്റീസ് സപ്ലൈ ചെയ്തു. ഉദാഹരണത്തിന് അരി. എന്നാൽ വാങ്ങിയ ആൾ അല്ലെങ്കിൽ സപ്ലൈ ചെയ്യപ്പെട്ട ആൾ മൈനറായിരുന്നു. ഓൺ ക്രെഡിറ്റാണ് വാങ്ങിയതെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ കരാർ നിയമപ്രകാരം അവിടെ ഒരു കരാർ ഉണ്ടാകുന്നില്ല. കാരണം വൺ ഓഫ് ദ പാർട്ടീസ് ഈസ് എ മൈനർ. കപ്പാസിറ്റി ഇല്ലാത്ത ആളാണല്ലോ. അപ്പോൾ വൺ ഓഫ് ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യാത്തത് കൊണ്ട്
അവിടെ കരാറില്ല എന്നാണ് പൊതു നിയമം. എന്നാൽ the person can recover reasonable price from the minor, from the other party. ഇവിടെ മൈനറിൽ നിന്നും ആ ഒരു കടക്കാരന് അരിയുടെ പൈസ ഈടാക്കാനുള്ള അധികാരമുണ്ട്. കരാറില്ല എങ്കിലും no one person shall be allowed to enrich himself unjustly at the expense of another എന്നുള്ള ആ ഒരു കൊസി കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു വാലിഡ് ഓഫറോ ആക്സെപ്റ്റൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. കരാറ് സാധുവാകാൻ വേണ്ട അടിസ്ഥാന ഘടകമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ കരാറ് ഇല്ല എങ്കിലും ഇത്തരം സാഹചര്യങ്ങൾ ഒരു കൊസി കോൺട്രാക്റ്റിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഓക്കെ, the next is a person who is interested in payment of money which another is bound by law to pay, and if he pays it he is entitled to be reimbursed. അതായത് ഒരാൾ ഒരു ബിൽഡിങ് വാടകയ്ക്കെടുത്തു, അല്ലെങ്കിൽ ഒരു ലാൻഡ് വാടകയ്ക്കെടുത്തു. ടെനൻ്റാണ് അദ്ദേഹം, ടെനൻ്റ് എന്നാണ് പറയാം. അങ്ങനെ ദ ലാൻഡ് ഈസ് ബ്രോട്ട് ടു സെയിൽ ബൈ ഗവൺമെൻറ് ഫോർ അരിയസ് ഓഫ് ലാൻഡ് റവന്യൂ. ടാക്സ് അടക്കാത്തതിൻ്റെ പേരിൽ, ഭൂനികുതി അടക്കാത്തതിൻ്റെ പേരിൽ ഗവൺമെൻറ് ആ ഒരു ഭൂമി വിൽക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ ഭൂമി ഇപ്പോൾ ടെനൻറ്റിൻ്റെ കയ്യിലാണല്ലോ ഉള്ളത്. അദ്ദേഹമാണ് ആ ഭൂമിയിൽ ബിസിനസ് നടത്തുന്നത്. അപ്പോൾ അങ്ങനൊരു ഭയം വന്നപ്പോൾ, ഭൂമി നഷ്ടപ്പെടുമെന്ന ഭയം വന്നപ്പോൾ ടെനൻറ്റ് പേയ്സ് ദ റെൻറ്റ്, എമൗണ്ട് ഓഫ് റെൻറ്റ്, അരിയർ അടക്കം ഈ ഒരു ടെനൻറ്റ് അടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ദ ടെനൻറ്റ് ക്യാൻ റിക്കവർ മണി ഫ്രം ദ ഓണർ ഓഫ് ദ ലാൻഡ്. ടെനൻറ്റിന് ഓണറോട് ക്യാഷ് വാങ്ങിക്കാനുള്ള ഒരു അധികാരം ഇവിടെയുണ്ട്. ഓക്കെ, ഇവിടെ ഒരു വാലിഡ് കോൺട്രാക്റ്റ് ഒന്നും ഇല്ല എങ്കിലും ഒരു കൊസി കോൺട്രാക്റ്റ് സംഭവിക്കുന്ന ഒരു സാഹചര്യമാണിത്. No person shall be allowed to enrich himself unjustly at the expense of another. ഓക്കെ, അങ്ങനൊരു സർക്കംസ്റ്റൻസ് ആണിത്. A person lawfully does anything for another person or delivers anything to him, not intending to do so gratuitously. If the other person accepts and enjoys it, he must pay compensation to the former or restore him the things delivered. അതായത് ഒരാൾക്കൊരു വർക്ക് ചെയ്തു കൊടുത്തു, കരാറൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കരാറൊന്നും ഉണ്ടാക്കാതെ തന്നെ ഒരു ജോലി ചെയ്തു കൊടുത്തു. അങ്ങനെ ആവുമ്പോൾ ജോലി പൂർത്തിയാക്കിയതിന് ശേഷം ഈ ജോലി ചെയ്ത ആൾ വേതനത്തിന് ആവശ്യപ്പെട്ടപ്പോൾ മറ്റേ ആൾ നിരസിക്കുന്നു. നമ്മൾ തമ്മിലൊരു പ്രത്യക്ഷ കരാറൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിരസിക്കുകയാണ്. അത് സാധ്യമല്ല. അവിടെ എൻഫോഴ്സ്മെൻറ്റ് സ്യൂ നടക്കും. കാരണം കൊസി കോൺട്രാക്റ്റിൻ്റെ ഒരു പരിധിയിൽ വരുന്നതാണ്. കോൺട്രാക്റ്റ് ആക്റ്റിൽ തന്നെ പറയുന്ന ഒരു ടേമാണ് കൊസി കോൺട്രാക്റ്റ്. പ്രത്യക്ഷത്തിലൊരു കരാർ ഉണ്ടാക്കിയിട്ടില്ല എങ്കിലും, കരാറിൻ്റെ സാധുതയ്ക്ക് ആവശ്യമായ എസെൻഷ്യൽ എലമെൻസ് ഒന്നും ഇല്ല എങ്കിലും ചില സാഹചര്യങ്ങളിൽ കോടതി ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ലിഗേഷനാണ് കൊസി കോൺട്രാക്റ്റ് എന്നറിയപ്പെടുന്നത്. അങ്ങനെ ജോലി ചെയ്ത ആൾക്ക്, ഒരു കോൺട്രാക്റ്റ് ഇല്ലാതെ തന്നെ ജോലി ചെയ്ത ആൾക്ക് അതിൻ്റെ
പ്രതിഫലം ലഭിക്കാനുള്ള അവകാശമുണ്ട്. ഓക്കെ. അതേപോലെ obligation of the finder of lost goods. A person who finds goods belonging to another and takes them into his custody is subject to the same responsibility as a bailey. നമ്മൾ ശേഷം പഠിക്കും ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്, അതേപോലെ ബെയിലിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. അതായത് ഒരാൾക്ക് ഒരു പ്രോപ്പർട്ടി വീണ് കിട്ടി, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ബെയിലിയുടെ സ്ഥാനത്താണ് എന്നാണ് പറയപ്പെടുന്നത്. സ്വന്തം സാധനം സൂക്ഷിക്കുന്നത് പോലെ തൻ്റെ കസ്റ്റഡിയിലത് സൂക്ഷിക്കുന്നു. ഓക്കെ. ബെയിലിയുടെ റെസ്പോൺസിബിലിറ്റി. ബെയിലർ മീൻസ് ഒരു സാധനം റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്ത ആൾ. ഓണർ ഓഫ് ദ ഗുഡ്സ് ആണ് ബെയിലർ. ആരുടെ കയ്യിലാണോ കൊടുത്തത് അദ്ദേഹമാണ് ബെയിലി. ഓക്കെ. അപ്പോൾ ബെയിലിയുടെ സ്ഥാനത്താണ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിനെ കുറിച്ചും ബെയിലിയെക്കുറിച്ചും വരും ക്ലാസ്സുകളിൽ നമ്മൾ വിശദമായി പഠിക്കും. ഇപ്പോൾ ഓർമ്മിക്കേണ്ടത്, ഈ ബെയിലി എന്ന് പറയുന്ന ആൾ ഒരു പ്രോപ്പർട്ടി ശരിയാക്കാൻ വേണ്ടി, റിപ്പയർ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ആൾ, അല്ലെങ്കിൽ ഒരു ടൈലർ, ഇവരൊക്കെ ബെയിലിയുടെ സ്ഥാനത്താണ്. താൽക്കാലികമായി കുറഞ്ഞ കാലത്തേക്ക് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ചില പ്രോപ്പർട്ടീസ് ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ് ബെയിലി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യക്ഷത്തിലൊരു കരാറില്ലല്ലോ. ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിന് ആയിട്ട് ഒരു കരാറില്ല. എങ്കിലും ഇവിടെയും കൊസി കോൺട്രാക്റ്റ് ബാധകമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഒരു കൊസി കോൺട്രാക്റ്റ് എന്ന കൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ് ബെയിലിയുടെ സ്ഥാനത്ത്, ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് ബെയിലിയുടെ സ്ഥാനത്താകുന്നത്. ഓക്കെ. മറ്റൊന്ന് നോക്കാം. എ പേഴ്സൺ ടു ഹൂം മണി ഈസ് പെയ്ഡ് ബൈ മിസ്റ്റേക്ക് or anything delivered by mistake or under coercion must repay or return it. By mistake അല്ലെങ്കിൽ coercion, ഏതും ഒരു രൂപത്തിൽ ഒരു അനുചിത സ്വാധീനം, ബലം പ്രയോഗിക്കൽ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മൂലം റോങ് ഡെലിവറി നടന്നു. യഥാർത്ഥത്തിൽ നൽകേണ്ട ആൾക്കല്ല നൽകിയത്, തെറ്റായ ആൾക്ക് ഒരു സാധനം കൊടുത്തു. അത് തിരിച്ച് കിട്ടാനുള്ള അധികാരം ഇതിൻ്റെ ഓണർക്കുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. ഇതൊക്കെ ഒരു കൊസി കോൺട്രാക്റ്റിൻ്റെ പിൻബലത്തിലാണ് സംഭവിക്കുന്നത്. നമ്മൾ കോൺട്രാക്റ്റിനെ കുറിച്ച് മാത്രം സംസാരിക്കുകയാണെങ്കിൽ ഈ പറയപ്പെട്ട സാഹചര്യങ്ങളൊക്കെ, മൈനറായിട്ട് അബദ്ധവശാൽ ഒരു ഇടപാട് നടത്തി, അതേപോലെ ഒരാൾ ഒരു ജോലി കോൺട്രാക്റ്റ് ഇല്ലാതെ എടുത്തു, മറ്റൊന്ന് നമ്മൾ പറഞ്ഞത് ഒരു ടെനൻ്റ് ഗവൺമെൻറ്റിലേക്ക് ലാൻഡ് ടാക്സ്, ലാൻഡ് റവന്യൂ അടച്ചു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ, അതേപോലെ ഒരാൾ ഒരു ഗുഡ്സ് വീണ് കിടക്കുന്നത് കാണുകയും അത് തൻ്റെ കസ്റ്റഡിയിലെടുക്കുകയും അത് സ്വന്തമായി ഉപയോഗിക്കുകയും ചെയ്യുന്നതൊക്കെ എന്താണ്, അവിടെയൊന്നും പ്രത്യക്ഷത്തിലൊരു കരാറില്ല, എങ്കിലും കരാറുള്ളതുപോലെയാണ്. കാരണം കൊസി കോൺട്രാക്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നിയമത്തിൽ പറയപ്പെടുന്നുണ്ട്, കോൺട്രാക്റ്റ് ആക്ടിൻ്റെ ലാസ്റ്റ് ഭാഗത്ത്. കോൺട്രാക്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞ് എലമെൻസുകളൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം പറയുന്നൊരു കൺസെപ്റ്റാണ് കൊസി കോൺട്രാക്റ്റ്. യഥാർത്ഥത്തിൽ ഒരു കോൺട്രാക്റ്റ് ഇല്ല എങ്കിലും സെർട്ടൈൻ റിലേഷൻസ് റിസംബ്ലിങ് ദോസ് ഓഫ് കോൺട്രാക്ട്സ്, ഇതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. സെർട്ടൈൻ റിലേഷൻസ് റിസംബ്ലിങ് ദോസ് ഓഫ് കോൺട്രാക്റ്റ്, കരാറ് പോലെ തോന്നിപ്പിക്കുന്ന ചില ബന്ധങ്ങൾ, എന്നാൽ കരാറല്ല. കരാറാവണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി enforceable and should have certain essential elements: offer, acceptance, capacity of parties, free consent, capability of performance. ഇങ്ങനെ ഒരുപാട് എലമെൻസുകൾ നമ്മൾ പറഞ്ഞു.
ഇത്തരം എലമെൻസുകളൊക്കെ ഉണ്ടാവണം, എന്നാൽ മാത്രമേ കരാറുണ്ടാവുന്നുള്ളൂ. ഈ ക്വസി കോൺട്രാക്റ്റ് യഥാർത്ഥത്തിൽ കരാറല്ല എങ്കിലും കരാറ് പോലെയുള്ള ഒരു ഒബ്ലിഗേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നോ പേഴ്സൺ ഷാൾ ബി അലൗഡ് ടു എൻറിച്ച് ഹിംസെൽഫ് അൺജസ്റ്റ്ലി അറ്റ് ദ എക്സ്പെൻസ് ഓഫ് അനദർ. ഓക്കെ, these are all about quasi contracts.